ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ബേക്ക്ഡ് ചിക്കൻ ബ്രസ്റ്റ് വിത്ത് ബ്രോക്കോളി. ശരിക്കും നല്ലൊരു ഹെൽത്തി ഡിന്നറാണിത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ട്രേ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ബോണുള്ള ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ കഴുകിയെടുത്തു. ഉപ്പും വിനാഗിരിയും ഒഴിച്ച് നല്ല രീതിയിൽ കഴുകിയെടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുറേ ഹോൾസ് ഉണ്ടാക്കി. നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൈസസ് എല്ലാം അതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ക്രാഫ്റ്റിൻ്റെ സൺ ഡ്രൈ ടൊമാറ്റോ സോസാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഡ്രൈ ടൊമാറ്റോയും ഹേർബ്സും ഒക്കെ യൂസ് ചെയ്യുന്ന നല്ലൊരു സോസാട്ടോ. ശരിക്കും ഇത് നല്ലൊരു ഫ്ലേവറാണ്. നമുക്ക് പ്രത്യേകിച്ച് ചിക്കൻ ബ്രസ്റ്റിൻ്റെ കൂടെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സോസ് ഒഴിക്കണം. അപ്പം ഞാൻ ഓരോ ചിക്കൻ ബ്രസ്റ്റും മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ സോസ് ഒഴിച്ചു. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. ആ സമയത്ത് ഞാൻ വേറൊരു ട്രേ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് അത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് എല്ലാം എടുത്ത് അതിലേക്ക് വെച്ചു. ശരിക്കും ഇതിനകത്ത് ഈ സോസാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സോസ് ഒഴിക്കണം. നമ്മൾ ലാസ്റ്റ് ഈ ചിക്കൻ ബ്രസ്റ്റ് കഴിക്കുമ്പം ഈ ഓരോ കഷ്ണം ചിക്കൻ ബ്രസ്റ്റും നമ്മൾ ഈ സോസിൽ മുക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അതിന്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വന്ന സോസ് എല്ലാം തന്നെ ഓരോ ചിക്കൻ ബ്രസ്റ്റിൻ്റെ പൊക്കത്ത് ഒഴിച്ചു. ചിക്കൻ ബ്രസ്റ്റ് ഏകദേശം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. എന്നിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം എക്സ്ട്രാ ഉപ്പിട്ടു. നമുക്ക് ഈ ചിക്കൻ ബ്രസ്റ്റിലോട്ട് കുറച്ചും കൂടെ ഉപ്പുണ്ടെങ്കിൽ നല്ലതാണ്. അതുകൂടാതെ ഞാൻ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു. കാരണം ഈ സോസിന് അധികം എരിവില്ല. അപ്പോൾ നമുക്ക് എരിവ് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് അത് ആഡ് ചെയ്തു. ഒരു 7 ചുള വെളുത്തുള്ളിയും കൂടെ നല്ല രീതിയിൽ ചതച്ച് അതും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഞാൻ അങ്ങനെ വെച്ചു. ഇപ്പം എല്ലാം നല്ല ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാട്ടോ. ആ സമയത്ത് തന്നെ ഞാനൊരു ബ്രോക്കോളി ചെറിയ ഫ്ലോററ്റ്സ് ആക്കി കട്ട് ചെയ്ത് അതിലേക്ക് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ചു. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഈ സമയം കൊണ്ട് ഞാൻ ഓവൻ ഏകദേശം 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. ശരിക്കും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്നിച്ചിത് ബേക്ക് ചെയ്യാൻ വെക്കാമെങ്കിലും നമുക്ക് ബ്രോക്കോളിക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ബ്രോക്കോളി നമ്മൾ പുറത്തോട്ടെടുക്കണം. ചിക്കൻ ഏകദേശം ഒരു 25 to 30 മിനിറ്റ്സിനുള്ളിൽ ചിക്കൻ ആവും. നമ്മളൊരു 2-3 വട്ടം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനും ബ്രോക്കോളിയും എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറുള്ളൊരു ചിക്കനാണ് കേട്ടോ ഇത്. ബ്രോക്കോളിയും ചെറിയ രീതിയിൽ വെന്ത് നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഒരു ഹെൽത്തി ഡിന്നറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളുടെ കമൻസ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ.